തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വാശിയേറിയ പോരാട്ടം. ചുവപ്പ് വീതികളും നീലക്കൊത്തളങ്ങളും തയ്യാറാകാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ്. അപ്പോഴാണ് ചില നഷ്ടക്കണക്കുകൾ കൂടി തലപൊക്കി വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാർഡ് സംവരണ നറുക്കെടുപ്പ് പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതായിരുന്നു. പലരും മത്സരിക്കാൻ കരുതി വെച്ച വാർഡുകൾ സംവരണ പട്ടികയിൽ ഉൾപ്പെട്ടുപോയി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വാർഡിലിറങ്ങി പ്രവർത്തിച്ച പലരുടെയും അവസ്ഥ ദയനീയമാണ് താനും. സ്ഥാനാർത്ഥിത്വം മോഹിച്ച വാർഡിൽ വലിയ തുക ചെലവഴിച്ച് സാന്നിധ്യം അറിയിച്ചവർക്ക് പണവും സമയവും നഷ്ടപ്പെടുകയും ചെയ്തു. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മോഹിച്ച അതിമോഹികൾക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒന്ന് വനിതാ സംവരണമാവുകയും മറ്റൊന്ന് SC സംവരണം വാർഡ് ആക്കുകയും ചെയ്തതാണ് തിരിച്ചടിയായത്. എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിക്കാൻ മോഹം വെച്ചവർക്കും ഒരു തവണ പ്രസിഡന്റ് പദവി കൊതിച്ചവർക്കും വലിയ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും വിധേന ജനറൽ വാർഡിലേക്ക് മാറാമെന്ന് കരുതിയവരെ തടയാൻ വാർഡിലെ പ്രമുഖർ കോട്ടകെട്ടി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ജനറൽ വാർഡുകൾ ഓൺലൈൻ പോർട്ടലുകളിൽ നയപ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വാർഡിൽ നടന്ന സ്ഥാനാർത്ഥിയാകാൻ ശേഷിയുള്ളവരുമുണ്ട്. ദേശാടന പക്ഷികൾക്കിടമില്ല എന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പുതിയ വാർഡുകൾ നിലവിൽ വന്നിട്ടുണ്ട്. പുതിയ വാർഡുകളുമായി ബന്ധപ്പെട്ട മുന്നണി ചർച്ച പൂർത്തീകരിച്ചിട്ടുമില്ല. നറുക്കെടുപ്പിൽ സ്ഥാനമോഹികൾക്ക് കാലിടറിയെങ്കിലും വനിതാ പ്രവർത്തകർക്ക് ഓർക്കാപ്പുറത്ത് മത്സരിക്കാൻ അവസരം ഒരുങ്ങിയിരിക്കുകയുമാണ്. മുന്നേറ്റ നിരയിലുള്ള പലർക്കും അവസരം നഷ്ടപ്പെടുമ്പോൾ രണ്ടാം നിരയിലുള്ള ചിലർക്കെങ്കിലും നറുക്കെടുപ്പ് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ജനറൽ വാർഡുകളായവർ പ്രാദേശികവാദം ഉയർത്തി താഴെത്തട്ടിലുള്ളവർക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികവാദത്തിന് വലിയ മുൻതൂക്കമുണ്ട്. അവസരം നഷ്ടപ്പെട്ട ചിലർ മത്സര രംഗത്ത് നിന്നും പിന്മാറിയിട്ടുമില്ല. പുതിയ ഇടം തേടിയുള്ള അലച്ചിലാണ്. മറ്റു ചിലർ കളം വിട്ടിരിക്കുകയുമാണ്. ചില വാർഡുകളിൽ സംവരണ വാർഡുകളായതിന്റെ സന്തോഷം രാഷ്ട്രീയ പാർട്ടികൾക്കും രഹസ്യമായി ആഘോഷിക്കുന്നുണ്ട്. മത്സരിക്കാൻ 2-3 പേർ തിക്കിത്തിരക്കിയിരുന്ന വാർഡുകളിൽ സംവരണത്തിൽപ്പെട്ടതോടെ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. കസേര മോഹിച്ച് നടന്ന ചിലർ ഇനി പ്രവർത്തിക്കാൻ കിട്ടുമോ എന്ന സംശയവും പാർട്ടിക്ക് ഇല്ലാതില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യ ആഴ്ചയോ നടക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ മാസം 25-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 21-ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണം. അതിനു മുൻപ് വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കിയിരിക്കണം. ഇത് കണക്കിലെടുക്കുമ്പോൾ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആയിട്ട് വോട്ടെടുപ്പ് നടത്തുവാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. ഡിസംബർ 15-ന് മുൻപ് ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അപ്പാടെ ക്രിസ്മസ് തിരക്കിന് മുൻപ് പൂർത്തീകരിക്കാനാണ് തീരുമാനം. വോട്ടർ പട്ടിക കഴിവതും കുറ്റമറ്റതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഉൾപ്പെടെയുള്ളവ മുന്നൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് തന്നെ തദ്ദേശവും അത് കഴിഞ്ഞാൽ നിയമസഭയും പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ഉജ്ജ്വല സമയം കൂടിയാണ് ഇതെന്ന് കൂടി പറയുന്നു. മാത്രമല്ല വനിതകളെയും എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസിനെ പുനഃസംഘടനാ തലം നേട്ടമുണ്ടാക്കിയിരിക്കും. ഇതുവരെ പ്രഖ്യാപിച്ച 76% ഭാരവാഹികളിൽ 14% OBC വിഭാഗത്തിലുള്ളവരും വനിതകൾക്ക് 13%വും പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് 10% നേതാക്കൾക്കും ഇടം നേടിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിമാരിൽ 9 പേർ വനിതകളാണ്. 7 പേർ OBC വിഭാഗത്തിലുള്ളവരാണ്. പട്ടികജാതിയിൽ നിന്നും 4-ഉം പട്ടികവർഗത്തിൽ നിന്നും ഒരാളും ജനറൽ സെക്രട്ടറിമാരായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റുമാരിൽ 2 പേരാണ് പട്ടികജാതിയിൽ നിന്നുമുള്ളവർ. രമ്യ ഹരിദാസ് വൈസ് പ്രസിഡന്റുമാരിലെ ഏക വനിതയുമായി മാറിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ഘടകങ്ങളും കോൺഗ്രസിന് ലോട്ടറി ആവുകയാണ്.